1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നിലമ്പൂർ ബൈപ്പാസ് ഇരകളോട് തട്ടിക്കയറി പൊതുമരാമത്ത് റോഡ്സ് വിഭാഗമേയും ജീവനക്കാരും. നിലമ്പൂർ ബൈപ്പാസിന് 30 വർഷം മുൻപ് ഭൂമി വിട്ടു നൽകിയ മുക്കട്ട വല്ലപ്പുഴ നിവാസികളോടാണ് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എഇ മുഹസിൻ തട്ടിക്കയറിയത്. കണ്ടപോലെ കൂട്ടിക്കൊള്ളാനും സർവേ തുടരുന്നില്ലെന്നുമാണ് എഇ അറിയിച്ചത്. എഇ ഓഫീസിൽ നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾ സർവേ വൈകുന്നതിനുള്ള പ്രതിഷേധം അറിയിക്കാൻ എത്തിയപ്പോഴായിരുന്നു എഇ പ്രകോപനപരമായി സംസാരിച്ചത്. തർക്കത്തിന്റെ ദൃശ്യങ്ങളും ലഭിച്ചു. ആവശ്യത്തിന് ജീവനക്കാരില്ലെന്നും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമേ സർവേ നടക്കൂവെന്നും കണ്ടപോലെ കൂട്ടിക്കൊള്ളാനും വെല്ലുവിളി ഉയർന്നതോടെ ബൈപ്പാസ് ഇരകൾ എഇയുടെ നിലപാടിനെ ചോദ്യം ചെയ്തു. ഇത് ഓഫീസിനുള്ളിൽ നേരിയ വാക്കേറ്റങ്ങൾക്ക് ഇടയാക്കി. 30 വർഷം മുൻപ് ബൈപ്പാസിന് റോഡ് വിട്ടു നൽകിയവരാണ് ഇന്ന് ദുരിതം പേറുന്നത്. സ്വന്തം ഭൂമി വിൽക്കാനോ വായ്പ എടുക്കാനോ കഴിയില്ല. PV അൻവറിന്റെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി, ധനമന്ത്രി എന്നിവരെ കണ്ട് സ്ഥലമുടമകൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് പുതിയ സർവേ തുടങ്ങിയത്. എന്നാൽ ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന കാര്യം പറഞ്ഞ് സർവേ നടപടികൾ അകാരണമായി നീട്ടിക്കൊണ്ടുപോവുകയാണ്. 5-6 ബ്ലോക്കുകൾ ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല. മുഖ്യമന്ത്രിയും കളക്ടറും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പറയാനാണ് ധിക്കാരത്തോടെ എഇയുടെ മറുപടി. ഇത് തങ്ങളുടെ ഡ്യൂട്ടിയല്ലെന്നും ഇനി സർവേ നടത്തില്ലെന്നും എഇ പറഞ്ഞു. വൃക്കരോഗി, ക്യാൻസർ രോഗി ഉൾപ്പെടെയുള്ളവരാണ് സർവേ നടപടി പൂർത്തീകരിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട ഇന്ന് 10:35 നിലമ്പൂരിലെ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എഇയുടെ ഓഫീസിലെത്തിയത്. എഇ തങ്ങളോട് അപമര്യാദയായി പെരുമാറിയെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു. PV അൻവറിനൊപ്പം മുഖ്യമന്ത്രിയെ കണ്ടതിന്റെ പേരിൽ ആർക്കു വേണ്ടി എഇ നടപടികൾ വൈകിക്കുകയാണെന്ന ഗുരുതരാരോപണവും സ്ഥലമുടമകൾ ഉന്നയിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.